ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ ഒരുങ്ങി രാഹുൽ എന്ന ശീർഷകത്തിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിൻ്റെ അവതാരകൻ പറയുന്നത് രാഹുൽ ഗാന്ധി കർണാടകയിൽ ഒരു ബോംബ് പൊട്ടിച്ചു, അതെന്തൊക്കെയോ അവിടെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതായിട്ട് ഇതുവരെ ആരും അറിഞ്ഞിട്ടും. പിന്നെ അദ്ദേഹം പറയുന്നത് ഇനി രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ്, മോദിജിയുടെ ആസനത്തിലിട്ടായിരിക്കും രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പറയുന്നതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഇദ്ദേഹത്തിൻ്റെ ആസനത്തിൽ ആരൊക്കെയോ പൊട്ടിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ കീറിപ്പറിഞ്ഞ് കിടക്കുകയായിരിക്കണം, അതിൻ്റെ വേദനയായിരിക്കണം ഇങ്ങനെ തികട്ടി വരുന്നത്. പോട്ടെ, സ്വന്തം വേദന അനുഭവിച്ചവർ ഏതെങ്കിലും കാരണത്താൽ അതേ അനുഭവം മറ്റുള്ളവർക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ നമുക്ക് അംഗീകരിച്ച് കളയാം. ഏതായാലും വാരണാസിയിൽ മോഡിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ട് കുറഞ്ഞു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് വാരണാസിയിലെ വോട്ടിൽ കുറവുണ്ടെന്നൊക്കെ ഉള്ള ചില കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായേക്കാം. അതൊരു ഹൈഡ്രജൻ ബോംബായി വരാം എന്നൊക്കെ ഇദ്ദേഹം അങ്ങ് പ്രതീക്ഷിക്കുകയാണ്. ഇദ്ദേഹം മാത്രമല്ല, ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം മോഡി ഭരിക്കുന്നതുകൊണ്ട് പല കുതന്ത്രങ്ങളും വെട്ടിക്കീറലുകളും ഒന്നും നടക്കാൻ പറ്റുന്നില്ല ഈ രാജ്യത്ത്. ഏതായാലും ബീഹാറിൽ വളരെയേറെ കൃത്രിമം നടന്നു എന്നാണ് പറയുന്നത്. ബീഹാറിൽ കൃത്രിമം നടന്നു എന്നാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയത്. അങ്ങനെയല്ലേ 65 ലക്ഷം വോട്ട് അധികമാണെന്ന് പറഞ്ഞ് നീക്കം ചെയ്തത്. അതിനെതിരെ കേസ് കൊടുത്ത് ഒക്കെ ഇപ്പോൾ അന്വേഷണം നടത്തി വന്നു വരികയാണ്. ഇപ്പോൾ അവർ തന്നെയാണ് പറയുന്നത് ബീഹാറിൽ ഇരട്ടയോട്ടുണ്ട്, കള്ളയോട്ടുണ്ട് എന്നൊക്കെ. ഏതായാലും മോദിജിയുടെ ആസനത്തിൽ ബോംബ് പൊട്ടിക്കാൻ നിൽക്കുന്ന ഈ മനുഷ്യൻ കാര്യമൊന്നും അറിയാതെ കിടന്ന് ചിലയ്ക്കുകയാണ്. ഇദ്ദേഹത്തെ നമ്മുടെ ഇന്നത്തെ കിഴങ്ങൻ്റെ പട്ടികയിൽപ്പെടുത്താം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൂടെ അറിയിക്കുക. ഇദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഒന്ന് കേൾക്കുകയും കൂടെ ചെയ്യുക. കർണാടകയിൽ വോട്ട് ചോരി എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇട്ട ബോംബ് അതൊരു അറ്റം ബോംബ് തന്നെയായിരുന്നു അല്ലേ? അതേപോലെ തന്നെ അടുത്ത നമ്മുടെ രാഹുലിന്റെ ബോംബ് ഹൈഡ്രജൻ ബോംബാന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്ന ഹൈഡ്രജൻ ബോംബ് മിക്കവാറും വാരാണസിയിലെ ബോംബാവും, അല്ലെങ്കിൽ മോദിയുടെ ആസനത്തിലിട്ട് പൊട്ടിക്കുന്ന ബോംബാണോ എന്നൊരു സംശയം തോന്നി.